പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് നമ്മുടെ സർവൈവൽ സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, ജാവ എഡിഷൻ. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ വില്ലേജർ ട്രേഡിംഗ് ഹാളിൻ്റെ പണി തീർക്കണം. ഓക്കെ, അപ്പം നമുക്ക് AFK നിൽക്കണം. വില്ലേജർ ബ്രീഡാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ കുറച്ച് ഓഫ് ക്യാമറ പ്രോഗ്രസ് നടത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം. അയ്യോ ലാഗ്. ഇവിടെ ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വെള്ളം വെച്ചെങ്കിൽ നമുക്കൊന്ന് കയറാം. ഓക്കെ, ഇതാ നമ്മളിങ്ങനെ കളിച്ച് ഷീപ്പിൻ്റെ കൂടെ പശു വന്ന് വെറുതെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാനും അങ്ങെടുത്ത് വെച്ച് നമുക്ക് നമ്മൾ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡ് കുറച്ച് പ്രോഗ്രസ്സെല്ലാം വരുത്തിയിട്ടുണ്ട്. നമ്മൾ വില്ലേജർ ബ്രീഡെല്ലാം എന്തെങ്കിലും ആയോ നോക്കട്ടെ പോയിട്ട്. ഇവൻ എന്ത് ഇങ്ങോട്ട് വന്നേ? വാട്ട്? ഇവിടെ വേ ആരെങ്കിലും വന്നോ? ആരും വന്നിട്ടില്ല. ഓക്കെ, നല്ല കാര്യം. നമ്മൾ ഇന്നലെ കട്ട് ചെയ്തങ്ങ് പോയി വട്ടായിട്ട്. ഓക്കെ, ആരും വന്നിട്ടില്ല. ഓക്കെ, നിർത്തി. ഓക്കെ, അപ്പം നമുക്കിത് ഫുള്ളിങ്ങ് പൊരിച്ചെടുക്കാം. ഓക്കെ, അയ്യോ എടുക്കാം. ഓക്കെ, ഇത് എടുക്കാം. നമ്മൾ സാധനം എടുക്കാം. അയ്യോ ഇതൊന്നും വേണ്ട എനിക്ക്. ഓക്കെ, നമുക്ക് പോയി ട്രേഡ് ചെയ്യാം. ഇവൻ നമുക്ക് മാക്സ് ആക്കണം. വേറെ എവിടെന്നെങ്കിലും എമറാൾഡ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവനെ അങ്ങ് തീർത്തേക്കാം. രണ്ടെണ്ണം കിട്ടു. വാട്ട്? खत्म बढ़ेगा. അയ്യോ എന്തുവാടേ ഇത്? എല്ലാവരും ഇവൻ ജേർണി വേണമല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ബ്രെഡ് വാങ്ങണ്ടേ? ഇത് പംകിൻ പൈ. ഇത് 3 എമറാൾഡ്. ഇനിയിപ്പം ചെയ്യുമോ? എന്താണ് നോണി ചെയ്യണേ? എന്ത് നമ്മൾ ചെയ്യും? എമറാൾഡ് പൊട്ടുമായിരിക്കും, ഉറപ്പാണ്. എമറാൾഡ് പൊട്ടുന്നതായിരിക്കും. ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ എമറാൾഡ് നമുക്ക് പോയി അങ്ങ് മുറിക്കാം. ഫുള്ള് നമ്മളെ ജംഗിൾ ഫുഡ് അങ്ങ് നമുക്ക്. ഈ നമ്പൂതിരി ശൈലി എന്താണ് ഇങ്ങോട്ട് വരണേ? ഓക്കെ, അപ്പം നമുക്ക് പോയി മരം മുഴുവൻ അങ്ങ് മുറിച്ചേക്കാം. അയ്യോ എന്തുവാടേ ഇത്? ഓക്കെ, വന്നു നമ്മളെ സൗണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പം നമുക്ക് ഈ മരം ഫുള്ളങ്ങ് മുറിക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് സി ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് ചെയ്യട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എമറാൾഡ് നമുക്കിത് മുഴുവൻ പംകിൻ പൈ മാക്സിമം അങ്ങ് വാങ്ങാം. നമുക്ക് പോയിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള ഇവനെ കുറച്ച് മാസ്റ്ററായി നമുക്ക് ഫുള്ള് ഓഫ് ക്യാമറ ഇരുത്തി. അപ്പോൾ നമുക്ക് ഗോൾഡൻ ഗിയർച്ച് വാങ്ങാൻ കഴിഞ്ഞു. അവനിടയ്ക്ക് വാങ്ങാൻ പറ്റിയിരുന്നു. നമുക്ക് ഈ കയറത്തില്ല കയറുന്ന ഗൈസ്. നമുക്ക് പോയിട്ട് എമറാൾഡ് ഇങ്ങെടുത്തിട്ട് സ്റ്റെക്കായി ഗൈസ്. അതാണ് എമറാൾഡ് ഇങ്ങെടുത്ത് നമുക്ക് പോയി വാങ്ങി തരാം. അതൊക്കെ എത്രയേ ഉള്ളൂ. നമുക്ക് പോയി ഗോൾഡൻ ഗിയർച്ചിങ് വാങ്ങടാ മൂത്ത മണി. അപ്പോൾ 2 എമറാൾഡ് 3 എമറാൾഡ് കുറച്ചിട്ട്. ഓക്കെ, അപ്പോൾ 1 എമറാൾഡ് ബാക്കിയും വന്നിട്ടുണ്ട്. അവിടെ വെച്ചേക്ക്.
നമുക്ക് ഈ എമറാൾഡ് കൊണ്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫാമിൽ നിന്ന് കിട്ടുന്ന ക്യാരറ്റൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം, നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റായി. ഇൻവെൻട്രി സോർട്ടായി. നമുക്കൊരു ആക്സങ് ഉണ്ടായി കളിയാം. ഇവിടെ ആക്സങ് തീർന്നല്ലോ. ഓക്കെ, അത് നമുക്ക് ഇവിടെ കയറ്റി വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഗോൾഡൻ ക്യാരറ്റായി ഗേയ്സ്. സെറ്റ്. നമുക്ക് കുറേ എല്ലാത്തിനെയും കുറേ ഇതാക്കിയിട്ട് നമ്മൾ ഇത് കണ്ട 33 അങ്ങനെ കുറേ നമ്മൾ ട്രേഡ് ചെയ്യുന്നോറും കുറഞ്ഞു വരുന്നു. എമറാൾഡിൻ്റെ റേറ്റും ഇതെല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. 1 3 4 3ആയി, അങ്ങനെ 3 2ആയി ഗോൾഡൻ ക്യാരറ്റിൻ്റെ എല്ലാം. അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ വന്ന് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ഇവരും ഞാൻ അധികം ആക്കിയിട്ടില്ല, എല്ലാം അപ്രൻറ്റീസാണ്. പിന്നെ ലെവൽ ചിലർ നോവീസ് അങ്ങനെ കുറച്ചിതിലുണ്ട്. എല്ലാത്തിനെയും കാണിച്ച് നിന്നാൽ വെറുതെ കാണിക്കേണ്ടിയാവും. ഓക്കെ അപ്പോൾ എന്താണെന്ന് പറഞ്ഞൂടെ, എല്ലാ ഗോളും ഈ പാത്താക്കിയാൽ തന്നെ എല്ലാ ഗോളും പുറത്ത് വരുന്നുണ്ട്. പാത്തിൻ്റെ മുകളിൽ സ്പോൺ ആവുന്നുണ്ട്, എന്തിനാണെന്ന് അറിയത്തില്ല. ഇനി ഇങ്ങോട്ട് വാടേ. എല്ലാ ഗോളും താങ്ക് യു ഫോർ എയർ കെറ്റിൽ, താങ്ക് യു എവറിത്തിങ്. ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഫുള്ളൊന്ന് നമ്മൾ ഗോൾഡൻ ക്യാരറ്റ് കഴിച്ച് നമ്മൾ ആദ്യമായിട്ട് നൂബട. ഓക്കെ, അവനെ കൊന്നിരിക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പം സെറ്റായി നമ്മളെ ഗോൾഡൻ ക്യാരറ്റ് സെറ്റായി. അപ്പം തോമ്പയിലുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ട് തോന്നിൻ്റെ. ഓക്കെ, സെറ്റ്. അപ്പം നമുക്ക് വില്ലേജറിനെ നമുക്ക് ഇവിടെ നമ്മൾ ബെഡെല്ലാം വെച്ച് നമ്മൾ മറ്റേ ഇതെല്ലാം എടുത്തിട്ട് അത് സെറ്റായി നമ്മൾക്ക്. ഓക്കെ, വാട്ടർ ബക്കറ്റിങ് എടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ ബ്രീഡായി വന്നല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇവരെ അങ്ങ് കൊണ്ട് പോകാം. നമുക്ക് മൈൻകാർട്ട് എടുത്തിട്ട് കാണിച്ചു തരാം ഞാൻ എന്തെല്ലാം സഫറിങ് ഞാൻ എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കുട്ടീനെ കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടുത്തെ വരെ കൊണ്ടുപോയിട്ട്. ഓക്കെ അപ്പോൾ നമുക്ക് ഇവനിങ് എടുക്കാം. ഓക്കെ, അവൻ തിരിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം അവൻ തിരിച്ച് അങ്ങ് താഴെ വരെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എത്രയോ പ്രാവശ്യം ആദ്യം നമ്മൾ കൊണ്ടുപോയ വില്ലേജില്ലേ, അയ്യോ പിന്നെയും പോകുന്നാണ്ടേ, ഇതേപോലെ കുറേ പ്രാവശ്യം താഴെ വീണ് വെച്ചിട്ട് തന്നെ നമ്മളെല്ലാ വില്ലേജറിൻ്റെ ഇടുന്നത്. പവറയിലൊക്കെ ഗോൾഡും ഇല്ല. ഓക്കെ, ഇപ്പം നെതറിലെല്ലാം പോകണം ഗോൾഡെല്ലാം കിട്ടണമെങ്കിൽ. ഓക്കെ, ഒന്നങ്ങോട്ട് അതാ പോകുന്നത്. ഗ്ലിച്ചും ഉണ്ട് ഇതിൻ്റെ അകത്ത് കുറേ, അതെല്ലാമാണ് വിഷയം. പിന്നെ ആദ്യത്തെ വില്ലേജറിനെ കൊണ്ടുപോകാൻ ഭ്രാന്ത് വിളിച്ചു പോയി. എത്ര പ്രാവശ്യമാക്കിയത് ആകണ്ട, എൻ്റെ മേത്തൂടെല്ലാം കയറിപ്പോന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന സഫറിങ്. ഓക്കെ അപ്പോൾ രാത്രിയായി ഗൈസ്. നമുക്ക് ഈ വില്ലേജറിനെ കുറേ നേരം മൈൻകാർട്ടിലിരുന്ന് വളർന്ന് ഒരു മറ്റേ വില്ലേജറല്ല അതിനായിട്ടേ ഇല്ല. ഇതിനിപ്പോൾ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇത് എത്ര നേരമായിന്നറിയാം. അയ്യോ, 1/4 മണിക്കൂറായി ഇതിനെ തന്നെ നോക്കുന്നത്. എനിക്ക് വട്ടായി ഗൈസ്. ഇവന്ന് മുകളിൽ കൊണ്ടാക്കിയിട്ട് വരുന്നു. വേഗം ഒന്നാക്കട്ടെ അമ്മച്ചി. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്, നല്ല കാര്യം. ഓക്കെ, നമുക്ക് ഫാസ്റ്റിലങ്ങ് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് തല കൊണ്ട് പുഷ് ചെയ്ത്. ഓക്കെ, ഇപ്പോൾ ഇത് ഫുള്ളി വരാൻ കയറ്റിക്കളയാം. അയ്യോ ഫൈനലി ഇവിടുത്തെ വരെ കയറ്റിയാൽ പിന്നെ പ്രശ്നമില്ല. അതിനങ്ങോട്ട് സ്റ്റെപ്പ് പോലെയൊന്നുമില്ല. അതൊക്കെ എത്രയേ ഉള്ളൂ. എന്നാൽ ചെറിയ ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ, എവിടെയോ എന്തോ ഒരു ലാഗ് അടിക്കുന്നുണ്ട്. ഓക്കെ, ഇവ നമുക്കങ്ങ് പറഞ്ഞേക്കാൻ നമുക്ക് പോയി കിടന്നുറങ്ങാം ഗൈസ്. ഗുയ്സ്. ഓക്കെ, അപ്പം നമുക്ക് ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാത്തിനെയും കൊണ്ടുവിടണം. പിന്നെ ഒരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് ഈ ട്രാപ്പ് ഡോർ വെച്ചാൽ ഇവൻ ചെറുതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പോവും. അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് ട്രാപ്പ് ഡോർ ഉണ്ടാക്കണം, വുഡ് മുറിക്കണം, പിന്നെ ഒരു ബ്ലോക്കും കൂടി ഒരു ഡേട്ട് അങ്ങനത്തെ അവിടെ വെക്കാം. അയ്യോ ഇത്ര നേരെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന. അയ്യോ വട്ടായി കഴിച്ചു. രാവിലെ 10:30 തുടങ്ങിയതാണ്, 12 മണിയെല്ലാം 12 മണിയെല്ലാം കഴിയാനായി. അയ്യോ വട്ടായി കഴിച്ച് സെറ്റ്. അപ്പം നമുക്ക് ബ്ലോക്ക് അങ്ങ് വെക്കാം. അതിൻ്റെ മുമ്പിൽ ബ്ലോക്ക് വെച്ച് നമുക്ക് ഈ മൈൻകാർട്ട് അങ്ങ് പൊട്ടിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈൻകാർട്ട് എങ്ങനെ എടുക്കും? ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് നല്ല ലെങ്ത് ഉണ്ടാവും. അവിടെ എത്തിയല്ലോ,
അതിന് ഇവൻ പുറത്തിറങ്ങി. സൂപ്പർ, താങ്ക് യു മുത്തേ. നല്ല ഇവന് പുറത്തിറങ്ങാൻ പറ്റില്ല, റെയിലുള്ളതുകൊണ്ട് റെയിൽ കടന്നിട്ട് പിള്ളേർക്ക് ഇതാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ഇതെല്ലാം ആക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ട് പറ്റുന്ന വില്ലേജസിനൊക്കെ ബ്രീഡ് ചെയ്യുകയും പിന്നെ കുറേ കൊണ്ടുവരികയും ചെയ്ത് നമ്മൾ ഇത്ര എണ്ണത്തിനെയും കൊണ്ടിട്ട് ഇപ്പുറത്ത് കൊണ്ടിട്ടില്ല. ഇവിടുത്തെ വരെ നമ്മൾ കൊണ്ടിട്ടു കുറേ സാധനങ്ങൾ. എന്നിട്ട് നമ്മൾ ഫുള്ള് ഇതിൻ്റെ അകത്ത് നമ്മൾ കയറ്റി വെച്ചെടുക്കപ്പെടുന്നത് നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ ആയി. ദെൻ നമുക്ക് ഇനി ഇന്നത്തെ നമുക്ക് കുറച്ച് ലെക്ടേൺ ഉണ്ടാക്കലാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. നമുക്ക് ഇവർക്ക് പണി കൊടുക്കണോ എല്ലാവർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലെക്ടേൺ ഉണ്ടാക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഷുഗർ കെയിനാണ് അതിന് വേണ്ടി. ബാക്കിയെല്ലാം നമ്മുടെ അടുക്കുണ്ട്. പേപ്പറും ബുക്ക് ഷെൽഫ് എന്നല്ലേലും വേണ്ടേ, സ്ലാബും ബുക്ക് ഷെൽഫുമാണ് വേണ്ടതെന്ന് പിന്നെ ബുക്ക് ഷെൽഫ് ആണെന്ന് തോന്നുന്നു. അതാണ് തോന്നുന്നത് അതിന് വേണ്ടത്. ഐ ഡോണ്ട് നോ. നമുക്ക് നോക്കാം, ക്രാഫ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. വൈ നോട്ട്. ബാക്കോട്ട് പോകൂ. ഓക്കെ, നമുക്ക് നേരെ ഷുഗർ കെയിൻ അതിന് ഇവിടെ എവിടെയെങ്കിലും കാണണ്ടേ, എന്നാലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ ഇവിടുത്തെ സൈഡിലോട്ട് മുഴുവൻ നോക്കിപ്പോയി, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. എന്താണ് നോമി കാണണേ? ഇവനെ അങ്ങ് തട്ടിയേക്കാം. ഇനി പോടെ. വില്ലേജർ മാറി നിൽക്കാം അങ്ങോട്ട്. എനിക്ക് നിങ്ങളാണ് വേണ്ടതുണ്ട്. നീ ഒന്നും എന്നെ ചെയ്യത്തില്ല, അത്രയേ ഉള്ളൂ. എടേ അയണിങ്ങട്. ഓക്കെ, ഐ ഗോ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കഷ്ടാടി. ഓക്കെ, അപ്പം നമുക്ക് ഷുഗർ കെയിൻ തപ്പിപ്പോണം. ഓക്കെ, അപ്പം അതും കൂടി നമുക്കൊന്ന് വേഗം നോക്കാം എവിടെയെങ്കിലും ഉണ്ടോ. ഓക്കെ, നാലയച്ച് ലാപ്പോളയ്യാ. ഞാൻ വേറെ ഏതെങ്കിലും ലാപ്പോളിൻ്റെ ഫോട്ടോ എടുത്തിരുന്നു. അയ്യോ, അടുത്ത് എവിടെയോ കണ്ട പോലെ തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെയും കൂടി കോർഡിനേറ്റ്സ് നോക്കട്ടെ. ഓക്കെ, എന്തുവാടേ എല്ലാടെയും ലാവാപ്പൂളാണല്ലോ ഗൈസ്. എന്തുവാടി ഇത്? അയ്യോ, ഇവനെ തീർത്തേക്കാം. ഫുള്ള് ഇതെല്ലാമാണല്ലോ. ഇത്രയും അടുത്ത് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങ് ദൂരെ പോയി ഷീപ്പിനെല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് എന്തുവാടി ഇത്ര അടുത്ത് പോലും നമുക്ക് രണ്ടറാവുന്നില്ലല്ലോ. ഓക്കെ, സെറ്റ്. വീട്ടിൽ പോകേണ്ട ഇവിടെ നിന്ന് ഇറങ്ങിക്കൂടെ? തൊട്ടടുത്ത് ലാവപ്പൂളുണ്ടായിട്ട് ഞാൻ അങ്ങ് പോയി ലാവപ്പൂളിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച്. എന്തുവാടി എല്ലാം മണ്ടത്താണല്ലോ കാണിക്കുന്നത്. ലാവപ്പൂളെടുത്തു എങ്കേ ഇരിക്കടാ ലാവപ്പൂള്. അയ്യോ, ലാവപ്പൂളെടുത്തു കണ്ടില്ല. കണ്ടു. ഓക്കെ, അപ്പം ഭാവിയിൽ നമുക്ക് നെതർ പാർട്ടിലൊക്കെ നമുക്ക് ഈ ലാവ എടുത്ത് നമുക്കങ്ങ് ഉണ്ടാക്കാം. ഓക്കെ, 194 -111. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് മാപ്പൊക്കെ ഇട്. ഓക്കെ, അപ്പം നമുക്ക് ചത്ത് എനക്ക് ക്ഷീണമായി, എൻ്റെ മൈൻക്രാഫ്റ്റിന് ക്ഷീണമായി. അയ്യോ, ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഇത് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് മടുത്ത്. ഓക്കെ, സത്യം പറഞ്ഞാൽ നമുക്കിനി കോഡ് എങ്ങനെ ഉണ്ടാക്കും, ബുക്ക് ഷെൽഫ് ലെക്ടർ ഉണ്ടാക്കുന്നതും കൂടെ നോക്കട്ടെ. പോയിട്ട് മേക്ക് ലെക്ടർ ഇൻ MC.
will need four wooden slab and a bookshelf. Throw them together in a crafting grid. 3 slab on top and ones on the bottom. ആൻഡ് യു ഹാവ് ഗോട്ട് യുവർ സെൽഫ് എ ലെക്ചൂൺ. അത്രേ ഉള്ളൂ. ഇതാ ഇങ്ങനെ ഈ ഫോട്ടോ കാണുന്ന പോലെ. മതി 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 അത്ര മതി അത്ര മതി. ഇതിങ്ങനെ വെക്കുക, ഒന്നുകൂടെ വെക്കുക, ഒരു ബുക്ക് ഷെൽഫ് അറിയില്ല വെക്കുക. ഇനി ഈ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? ഓക്കെ. അവിടെ എന്താ ഒന്നും കാണാത്ത റെസിപ്പി ഒന്നും കാണാത്ത എന്താ? അപ്പോൾ എന്തായാലും നമുക്ക് ലെഫ്റ്റാണെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നമുക്കിനി ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ ബൈ.